ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ലോങ് വീഡിയോ ആണ്. നമ്മൾ 2025 പ്രധാനപ്പെട്ട CA ഒക്കെ കവർ ചെയ്യുന്ന ഒരു വീഡിയോയാണ്. ജനുവരിയിലെയും മറ്റ് മാസങ്ങളിലെയൊക്കെ ആയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കറണ്ട് അഫെയർ വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് നമ്മളെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഒക്കെയാണ് നമ്മുടെ ഒരു ലൈക്ക് അതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടന്നാലോ. ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രിയായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു മാറി. 931 കോടിയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. 931 കോടിയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇദ്ദേഹത്തിൻ്റെ ആസ്തിയിൽ കുറേയൊക്കെ ഉള്ളതെന്ന് പറയുന്നത് ഈ മാർക്കറ്റ് ഷെയറും കാര്യങ്ങളൊക്കെയാണ്. കുറേ കമ്പനികൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എമൗണ്ടാണ് ഈ പറയുന്ന 931 കോടി എന്ന് പറയുന്നത്. അതിലൊരു പ്രധാന പങ്കെന്ന് പറയുന്നത് അതാണ്. നാസയുടെ സൂര്യദൗത്യമായ പാർക്കർ സോളാർ പ്രോബ് സൂര്യൻ്റെ ഏറ്റവും അടുത്തെത്തി. ഈ നാസ ദൗത്യം എന്ന് പറയുന്നത് 2012 വിക്ഷേപിച്ചത്. നാസയുടെ സൂര്യദൗത്യമാണ് പാർക്കർ സോളാർ പ്രോബ് സൂര്യൻ്റെ അടുത്തെത്തി. ഈ ദൗത്യം നാസ 2012 വിക്ഷേപിച്ചത്. ഇവിടെ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. നമ്മൾ പാർക്കർ പേനയെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ എളുപ്പമായിരിക്കും, പെട്ടെന്ന് ഒന്ന് കണക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇനി താഴോട്ട് നോക്കിയാലോ. ദ ഗുഡ് ഗവർണൻസ് ഇൻഡെക്സ് ഈസ് പബ്ലിഷ്ഡ് ബൈ ദ UPSC. അതിൻ്റെ UPSC അല്ലെങ്കിൽ PSC ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എഴുതിയതാണ്. അപ്പോൾ മിനിസ്റ്റർ ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവനൻസ് ആൻഡ് പെൻഷൻസ്, ദ ഗുഡ് ഗവർണൻസ് ഇൻഡെക്സ് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? അത് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? മിനിസ്റ്റർ ഓഫ് പേഴ്സണൽ അല്ലെങ്കിൽ പബ്ലിക് ഗ്രീവനൻസ് ആൻഡ് പെൻഷൻസ് ആണ്. ഇനി 2024 സന്തോഷ് ട്രോഫി കിരീടം നേടിയതാണ്. ബംഗാളാണ് 2024 സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. എല്ലാ എക്സാമിനും ഇത് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്. 2024 സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ബംഗാളാണ്. ഈ 2024 സന്തോഷ് ട്രോഫി കിരീടം ബംഗാളിന് നേടിയത് എങ്ങനെയാണ്? അവർ കേരളത്തിൽ ഫൈനൽ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ നേടിയത്. ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായിട്ടുള്ളതും ബംഗാൾ തന്നെയാണ്. അതുകൂടി ഓർത്തിരിക്കുക. ഇനി 33-ാം തവണയാണ് ബംഗാൾ സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത്. 33-ാം തവണയാണ് ബംഗാൾ സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത്. ഇനി ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത മലയാളിയായ KS മണിലാൽ അന്തരിച്ചു. അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൽ ഒന്നാണ് ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിൽ വിവർത്തനം ചെയ്ത ആരാണെന്ന് ചോദിക്കാറുണ്ട്. അത് KS മണിലാലാണ്. ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിൽ വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിക്കാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. അദ്ദേഹമാണ് KS മണിലാലാണ്. അദ്ദേഹം അന്തരിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അത് ഓർത്തിരിക്കുക. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാനായിട്ട് സംസ്ഥാനത്ത് 2025 ജനുവരി 1 മുതൽ 7 വരെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വലിച്ചെറിയൽ വിരുദ്ധ വാരമായിട്ട് ആചരിച്ചായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി രാജ്യത്തെ ആദ്യത്തെ കണ്ണാടിപ്പാലം എവിടെയാണ് സ്ഥാപിച്ചത്? ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തെ ആദ്യത്തെ കണ്ണാടിപ്പാലം എവിടെയാണ് സ്ഥാപിച്ചത്? കന്യാകുമാരിയിലാണ് സ്ഥാപിച്ചത്. കന്യാകുമാരിയിലാണ്, തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് രാജ്യത്തെ ആദ്യത്തെ കണ്ണാടിപ്പാലം സ്ഥാപിച്ചത്. നിങ്ങൾ ചൈനയിലെ കണ്ടാണ്. ചൈനയിലൊക്കെ ഒരുപാട് കണ്ണാടിപ്പാലങ്ങൾ ഇഷ്ടംപോലെ ഇങ്ങനെ ഇവർ ബിൽഡ് ചെയ്തു. ഭയങ്കര ടൂറിസ്റ്റുകളെ ഒരുപാട് ആകർഷിച്ച വാർത്തകളൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടു കാണും. ഭയങ്കര പേടിപ്പെടുത്തുന്ന വീഡിയോകളായിട്ടൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ രാജ്യത്തെ തന്നെ ആദ്യത്തെ കണ്ണാടിപ്പാലം കന്യാകുമാരിയിൽ ഈടെയാണ് സ്ഥാപിച്ചത്. ഇത് വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളൂർ പ്രതിമയ്ക്കും മധ്യയുള്ള പാലം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് ഇത് നാടിന് വേണ്ടി സമർപ്പിച്ചത്. അത് ഓർത്തിരിക്കുക. അപ്പം കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളുവർ പ്രതിമയ്ക്കും മധ്യയുള്ള പാലം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് നാടിന് സമർപ്പിച്ചത്. ഇനി ന്യൂ ഇയർ എത്തിയ ആദ്യ ദ്വീപ് രാഷ്ട്രം ഏതാണ്? കിരിബാത്തിയാണ് ന്യൂ ഇയർ എത്തിയ ആദ്യ ദ്വീപ് രാഷ്ട്രം. ഇവിടെ ഓർക്കേണ്ട കാര്യം ഒന്നുമില്ലയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് നിങ്ങൾ മിക്കവാറും ഒക്കെ ന്യൂസ് പേപ്പറിൽ കണ്ടാണ്. 1-ാം തീയതിത്തെ ന്യൂസ് പേപ്പറിലൊക്കെ മൊത്തം അതിൻ്റെ പടക്കം പൊട്ടിക്കുന്ന അങ്ങനെ ആഘോഷിക്കുന്നതിൻ്റെയൊക്കെ മിക്കവാറും ഫോട്ടോയും കാണിച്ചത് ഒന്നാമത്തത് കിരിബാത്തിയുടെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മിക്കവാറും കണ്ടു കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയെക്കാണ്ട് 8.5 മണിക്കൂർ മുന്നിലാണ് കിരിബാത്തി. അതുകൊണ്ട് തന്നെ നേരത്തെ അവർക്ക് ആഘോഷിക്കാൻ പറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. പന ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിനായി ഭിന്നശേഷിക്കാർക്ക് ബാങ്ക് നൽകുന്ന പദ്ധതിയാണ് ഇടം. പന ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിനായിട്ട് ഭിന്നശേഷിക്കാർക്ക് ബാങ്ക് നൽകുന്ന ഒരു പദ്ധതിയാണ് ഇടം.
2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ച ആർക്കാണ്? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത, രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥി ഒരു സെക്കൻഡേ രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതിയുമായിട്ട് കേന്ദ്രം വന്നിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലോകമെമ്പാടുമുള്ള ഒന്നാന്തര ജേണലുകളിലെ ഗവേഷണ ലേഖനങ്ങൾ ഉൾപ്പെടെയുള്ള ലഭ്യമാക്കാനുള്ള പദ്ധതി. ഇത് സംഭവം എന്തെന്ന് വെച്ചാൽ, ഇന്ത്യ ഗവൺമെൻറ് എത്രയോ കോടികൾ മുടക്കിയിട്ട് മിക്കുള്ള രാജ്യങ്ങളിലുള്ള ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ ഒരു വെബ്സൈറ്റിൽ എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. അതെല്ലാവർക്കും സൗജന്യമായിട്ട് എല്ലാവർക്കും ഇത് എത്തിക്കാനുള്ളൊരു പദ്ധതിയാണ്. പിന്നെ അത് കൂടാതെ തന്നെ വളരെ മികച്ച ജേണലുകളായ നാച്ചർ പബ്ലിക്കേഷൻ, അങ്ങനെ പല ജേണൽസും പല മാഗസീൻസൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളൊരു പദ്ധതി കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൂടി ഓർത്തിരിക്കുക. ഭാഷാ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനുമായി ഗുജറാത്ത് സർക്കാർ അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് സ്വർ. സ്പീച്ച് ആൻഡ് റിട്ടൺ അനാലിസിസ് റിസോഴ്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇതാരാണ് അവതരിപ്പിച്ച? ഗുജറാത്ത് സർക്കാരാണ്. ഭാഷാ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനുമായി ഗുജറാത്ത് സർക്കാർ അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് സ്വർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഗ്രാമത്തിലെയും നഗരത്തിലെയും ആളോഹരി ചെലവിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. ഇന്ത്യയിൽ ഗ്രാമത്തിലെയും നഗരത്തിലെയും ആളോഹരി ചെലവിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് സിക്കിം എന്ന് പറയുന്നത്. റോഡ് സുരക്ഷാ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ് റോഡ് സുരക്ഷാ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. റോഡ് സുരക്ഷാ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. പുരുഷ 2020 മത്സരം നിയന്ത്രിച്ച ആദ്യ ഓൺ ഫീൽഡ് വനിതാ അമ്പയർ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ കിം കോട്ടനാണ്. പുരുഷ 2020 മത്സരം നിയന്ത്രിച്ച ആദ്യ ഓൺ ഫീൽഡ് വനിതാ അമ്പയർ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ കിം കോട്ടനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റ ആരാണ്? ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റ. ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കും, അതിൽ വ്യത്യാസമൊന്നുമില്ല. രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത്. ഇനി മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2024 വിന്നേഴ്സ് ആരൊക്കെയാണ്? മനു ഭാക്കർ ഒന്നുണ്ട്, ഡി ഗുഗേഷ് ഉണ്ട്, ഹർമൻപ്രീത് സിംഗ് ഉണ്ട്, പ്രവീൺ കുമാറുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്നാമത്തത്, നിങ്ങൾ ഈ വ്യക്തികളെ പഠിക്കണം, 4 പേരേ ഉള്ളൂ. പക്ഷേ അതിനേക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികൾ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അറിയണമല്ലോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാറുണ്ട്. ഇതിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ചേരുംപടി ചേർക്കുക, അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ചോദിക്കാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നോക്കിയാലോ, മനു ഭാക്കർ ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അറിയാമെന്നുള്ളതാണല്ലോ. മനു ഭാക്കർ ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ടു. ഈ ഡി ഗുഗേഷ് എന്താണ്? ഡി ഗുഗേഷ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചെസ്സുമായിട്ടാണ്. ഇത് അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര വിഷമമായി പോകും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഡി ഗുഗേഷിൻ്റെ വാർത്ത ഇഷ്ടംപോലെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ കറങ്ങി കിടന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ചെസ്സിൽ വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന കാര്യങ്ങളും, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ ചിലപ്പം കണ്ടതാണ്. ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആവണം എന്നുള്ള കാര്യം പറഞ്ഞാണ്. അത് ആ വീഡിയോ ഇപ്പോൾ വൈറലായി. പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററാണ് ഇദ്ദേഹം, ഡി ഗുഗേഷ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കില്ല, ഹർമൻപ്രീത് സിംഗ് ആണ്. ഹോക്കിയിലെ ഹർമൻപ്രീത് സിംഗിനാണ് അടുത്ത് വേറൊരാളെ കിട്ടിയത്. ഇനി പ്രവീൺ കുമാർ ആരാണ്? പ്രവീൺ കുമാർ പാരാലിമ്പിയനാണ്. അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ഇതിൻ്റെ പേര് ഇപ്പോൾ മാറ്റിയതാണ്, അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക. നേരത്തെ രാജീവ് ഗാന്ധി ഖേൽരത്ന എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ട് എന്താക്കി? ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നാക്കിയിട്ടുണ്ട്. ഇത്തവണ അർജുന അവാർഡ് നേടിയ മലയാളി താരമാണ്? സാജൻ പ്രകാശാണ് നീന്തലിന് ഇത്തവണ അർജുൻ അവാർഡ് നേടിയ മലയാളി താരം. ശ്രദ്ധിക്കണേ. അടുത്ത, ദ്രോണാചാര്യ അവാർഡ് 2024 നേടിയ മലയാളി ആരാണ്? ദ്രോണാചാര്യ അവാർഡ് 2024 നേടിയ മലയാളി ആരാണ്? എസ് മുരളീധരനാണ് ദ്രോണാചാര്യ അവാർഡ് 2024 നേടിയ മലയാളി. ദ്രോണാചാര്യ അവാർഡ് 2024 നേടിയ മലയാളി ആരാണ്?
എസ് മുരളീധരൻ. ബാഡ്മിൻ്റൺ പരിശീലകനാണ് അദ്ദേഹം. ദ്രോണാചാര്യ അവാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ എസ് മുരളീധരൻ ഓർത്തിരിക്കാം. ലോക ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം പങ്കുവച്ച താരങ്ങൾ ആരൊക്കെയാണ്? മാഗ്നസ് കാൾസണും യാൻ നിംബോ സ്നീക്ഷിയാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ കാര്യം നിങ്ങളൊന്നുകൂടെ പറയാം. കടലിന് മുകളിൽ കൂടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത് കന്യാകുമാരിയിലാണ്. വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിനെയും 133 അടിയുള്ള തിരുവള്ളുവർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം എന്ന് പറയുന്നത്. ആണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. എവിടെയാണ് ഏത് സംസ്ഥാനത്ത് എന്ന് വെച്ചാലോ തമിഴ്നാടാണ്. ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരമാരാണ്? ആർ വൈശാലിയാണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാർഡ് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ്? ഡി ഗുകേഷാണ് ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുകേഷ്. 2025 മന്നത്ത് പത്മനാഭൻ്റെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 148ാമത്തെ ജന്മദിനമാണ് അദ്ദേഹത്തിൻ്റെ. 148ാം ജന്മദിനം വളരെ പ്രാധാന്യത്തോടെ ന്യൂസുകളിലൊക്കെ കൊടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുന്നത്. 148ാമത്തെ ജന്മദിനമാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലോകമെമ്പാടുമുള്ള ഒന്നാം നിരം ജേർണലുകളിലെ ഗവേഷണ ലേഖനങ്ങൾ ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ, വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കൊടുത്തത്. വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ എന്നാണ് അതിൻ്റെ പേര്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിലെ എത്രാമത്തെ ഗവർണറാണ്? 23ാമത്തെ ഗവർണറാണ് അദ്ദേഹം. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയിട്ടുണ്ട്, അത് മാറിയിട്ട് പുതിയ ആൾ വന്നിട്ടുണ്ട്. അതാണ് 23ാമത്തെ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഇപ്പോൾ ISROയുടെ ചെയർമാനൊക്കെ മാറിയിട്ടുണ്ട്. അത് നിങ്ങൾ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ആരാണെന്ന്. പ്രവാസി ഭാരതീയർക്കായി രാഷ്ട്രപതി നൽകി വരുന്ന പരമോന്നത പുരസ്കാരമായ പ്രവാസി ഭാരതീയ സമ്മാൻ നേടിയ മലയാളി വ്യവസായിയാരാണ്? രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യറാണ്. പ്രവാസി ഭാരതീയർക്കായി രാഷ്ട്രപതി നൽകി വരുന്ന പരമോന്നത പുരസ്കാരമായ പ്രവാസി ഭാരതീയ സമ്മാൻ നേടിയ മലയാളി വ്യവസായിയാണ് രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. ട്രാൻസ്വേൾഡ് ഗ്രൂപ്പിൻ്റെ ഒരു ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. ഫിഡയുടെ പുതിയ ലോക ചെസ് റാങ്കിങ്ങിൽ ആദ്യ 10ൽ ഉൾപ്പെട്ട 3 ഇന്ത്യൻ താരങ്ങളാണ് അർജുൻ എരിഗാസി, ഡി ഗുകേഷ്, വിശ്വനാഥൻ ആനന്ദ്. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അതിൽ ഡി ഗുകേഷിൻ്റെ മാത്രമാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അടുത്ത നോക്കിയാലോ. CR450 പ്രോട്ടോടൈപ്പ്. ചൈന അൺവീൽസ് വേൾഡ് ഫാസ്റ്റസ്റ്റ് ഹൈ സ്പീഡ് ട്രെയിൻ പ്രോട്ടോടൈപ്പ്. ഒരു ചൈന ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഹൈ സ്പീഡ് ട്രെയിൻ പ്രോട്ടോടൈപ്പ് ഇറക്കി. അതിൻ്റെ പേര് CR450 എന്നാണ് അതിൻ്റെ പേര്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ അതിവേഗ ട്രെയിൻ CR450 പ്രോട്ടോടൈപ്പ് ചൈനയാണ് വികസിപ്പിച്ചത്. പ്രവർത്തന വേഗത, ഊർജ്ജ ഉപഭോഗം, ആന്തരിക ശബ്ദം, ബ്രേക്കിംഗ് ദൂരം എന്നിവയ്ക്കൊപ്പം CR450 പ്രോട്ടോടൈപ്പ് മണിക്കൂറിൽ 450 കിലോമീറ്റർ എന്ന പരീക്ഷണ വേഗത കൈവരിച്ചതായി ചൈന അറിയിച്ചു. ചൈനയുടെ തന്നെ CR400 എന്ന മോഡലായിരുന്നു ലോകത്തിലെ ഇതുവരെയുള്ള ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ. അതിപ്പം അതിനെ മറികടന്നുകൊണ്ടാണ് ഈ 450 അവതരിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് മാത്രമാണ് ഇറക്കിയിട്ടുള്ളത്. ഗുരുത്വാകർഷണ ബലം ഇല്ലാത്ത ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിച്ചുകൊണ്ട് നിർണായകമായ നേട്ടം കൊയ്തെടുത്ത ISROയുടെ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്താണ്? POEM-4 എന്നാണ് ഇതിൻ്റെ പേര്. PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻറ്റ് മൊഡ്യൂൾ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. POEM-4 നിങ്ങൾ കണ്ടു കാണും. ചെറിയൊരു ഇതിൽ ഒരു പയർവിത്ത് ചെറുതായിട്ട് ഇതുപോലെ ഒരു 5-6 സെൻറ്റിമീറ്റർ മുളച്ചതായിട്ട് നിങ്ങൾ കണ്ടു കാണും. അതാണ് ഫോട്ടോയൊക്കെ നിങ്ങൾ കണ്ടു കാണും. അത് തന്നെയാണ് ഇത് സംഭവം എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണ ബലമില്ലാത്ത ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിച്ചുകൊണ്ട് നിർണായകമായ നേട്ടം കൊയ്തെടുത്ത ISROയുടെ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര്. അതാണ് POEM-4. 2025 വനിതാ കബഡി വേൾഡ് കപ്പ് വേദി ബീഹാർ, ഇന്ത്യയാണ്. 2025 വനിതാ കബഡി വേൾഡ് കപ്പ് വേദിയാണ് ബീഹാർ. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമെന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് കരുൺ നായർ. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമെന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് കരുൺ നായർ. ചൈനയെ വീണ്ടും ഭീതിയിലാക്കിയ HMB വൈറസ്. എന്താണ് HMBയുടെ പൂർണ്ണ രൂപം? ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഉറപ്പായിട്ടും ചോദിക്കാൻ ഭയങ്കര സാധ്യത ഉള്ളതാണ്. അതുകൊണ്ട് ഓർത്തിരിക്കുക. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നാണ് ഇതിൻ്റെ പേര്.
ഇത് അത്രയും ഭയങ്കര ഭീകരതയുള്ള നിപ്പ പോലെയൊന്നും ഭീകരമുള്ളതല്ല. അതുകൊണ്ടാണ് ഇതിന് അത്രയും പ്രാധാന്യം പലരും കൊടുക്കാത്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് വാർത്തകളിലൊക്കെ പ്രചരിക്കുന്ന പോലെ അത്രയും ഭീകരമല്ലാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭയും ഒക്കെ ഇതിനൊരു ഭയങ്കര ഒരു വാർത്താ പ്രാധാന്യം കൊടുക്കാത്തത്. ആണ് സത്യം. അടുത്തത് എമിനൻറ്റ് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആർ ചിദംബരം, ഹു വാസ് ആർക്കിടെക്റ്റ് ഓഫ് OP സ്മൈലിംഗ് ബുദ്ധ ആൻഡ് OP ശക്തി. ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ ആൻഡ് ഓപ്പറേഷൻ ശക്തി എന്ന് പറയുന്ന 2 ഓപ്പറേഷനുകളുണ്ടല്ലോ, 2 ആണവ പരീക്ഷണങ്ങളുണ്ടല്ലോ. ഈ ബുദ്ധൻ ചിരിക്കുന്നു, പിന്നൊന്ന് ഓപ്പറേഷൻ ശക്തി. ഇത് രണ്ടിൻ്റെയും ഒരു എമിനൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ സയൻറ്റിസ്റ്റാണ് ഇദ്ദേഹം. അദ്ദേഹം മരണപ്പെട്ടു. അതിൻ്റെ ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ പേര് ആർ ചിദംബരം എന്നാണ്. പൊക്രാൻ ആണവ പരീക്ഷണങ്ങളിൽ നിർണായക പങ്കുവഹിച്ച പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനാണ് ആർ ചിദംബരം. അദ്ദേഹം അന്തരിച്ചു. ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഡയറക്ടർ, ആണവോർജ്ജ കമ്മീഷൻ ചെയർമാൻ, കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാങ്കേതിക ഉപദേഷ്ടാവ് തുടങ്ങിയ പദവികളിൽ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൂടി ഓർത്തിരിക്കുക. ആഭ്യന്തര ആണവോർജ്ജ ഏജൻസി ചെയർമാനുമായിരുന്നു. പൊക്രാൻ 1 1974, പൊക്രാൻ 2 1992. ഇത് മിക്കവാറും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പൊക്രാൻ 1 എന്നാണ്, പൊക്രാൻ 2 എന്നാണ്. പരീക്ഷണങ്ങളിലും വിവിധ ശാസ്ത്ര സൈനിക വിഭാഗങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും മുഖ്യ പങ്ക് വഹിച്ച അദ്ദേഹത്തെ പത്മവിഭൂഷൺ, പത്മശ്രീ ബഹുമതികൾ നൽകി രാഷ്ട്രം ആദരിച്ചിട്ടുണ്ട്. 2027 റോക്കറ്റ് വിക്ഷേപണത്തിനൊരുങ്ങുന്ന ISROയുടെ 2ാമത്തെ വിക്ഷേപണ കേന്ദ്രമാണ് കുലശേഖരപട്ടണം. ഇത് നിർമ്മിക്കുന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾ മുമ്പ് വാർത്തകളിലൊക്കെ കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ ഇതാണ് പറയുന്നത്. 2027 റോക്കറ്റ് വിക്ഷേപണത്തിനൊരുങ്ങുന്ന ISROയുടെ 2ാമത്തെ വിക്ഷേപണ കേന്ദ്രമാണ് കുലശേഖരപട്ടണം. തൂത്തുക്കുടിയിലാണിത്. അതുകൂടി ഓർത്തിരിക്കുക. US പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നേടിയതാരാണ്? ഹിലരി ക്ലിൻ്റൺ, ലയണൽ മെസ്സി, ജോർജ് സൊറോസ് എന്നിവരാണ് നേടിയത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCI സെക്രട്ടറി ചുമതലയെടുക്കുന്ന ദേവജീത് സൈക്കിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി ചുമതല. അതുമാത്രം ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഓർത്തിരിക്കുക. അടുത്ത വയ്ക്കാലോ. അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും പറയുന്നത്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടെ നമുക്ക് നോക്കാം. അർജുന പുരസ്കാര ജേതാക്കളെക്കുറിച്ച് കുറച്ച് പേരുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കാം. സാജൻ പ്രകാശ് മലയാളി നീന്തൽ താരമാണ്. സലിമ ടിറ്റെ ഹോക്കിയിൽ കിട്ടിയിട്ടുണ്ട്. സ്വപ്നിൽ സുരേഷ് ഖുസാലെ ഷൂട്ടിങ്ങിന് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ് പറയുന്നത്? അർജുന അവാർഡ് ജേതാക്കളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ആരൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതിൽ മലയാളികളെ സാജൻ പ്രകാശാണ് കിട്ടിയിട്ടുള്ളത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഓർത്തിരിക്കണം കേട്ടോ. സ്വപ്നിൽ സുരേഷ് ഖുസാലെ ഷൂട്ടിങ്ങിനാണ് ലഭിച്ചത്. സരബ് ജോത് സിംഗ് ഷൂട്ടിങ്ങിനാണ് ലഭിച്ചത്. ജ്യോതി യർരാജി അത്ലറ്റിക്സിനാണ് ലഭിച്ചത്. അന്നു റാണി അത്ലറ്റിക്സിനാണ് ലഭിച്ചത്. അഭയ് സിംഗ് സ്ക്വാഷിന് ലഭിച്ചു. അമൻ ഗുസ്തിക്ക് ലഭിച്ചു. ഇനി അർജുന പുരസ്കാരം ആജീവനാനന്ദ വിഭാഗത്തിൽ കൊടുക്കാറുണ്ട്. അത് സുജാ സിംഗിനാണ് ലഭിച്ചത്. അത്ലറ്റിക്സിനാണ് ലഭിച്ചത്. പിന്നെ മുരളീകാന്ത് രാജാറാം പേഡ്കർ പാരാ സ്വിമ്മിങ്ങിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ദ്രോണാചാര്യ പുരസ്കാരം കൊടുക്കുന്നത് എന്തിനാണ്? ദ്രോണാചാര്യ പുരസ്കാരം കൊടുക്കുന്നത് പരിശീലകർക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ പരിശീലകരായ 3 പേർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സുഭാഷ് റാണ, ദീപാലി ദേശ്പാണ്ഡെ, സന്ദീപ് സാംഖാൻ അദ്ദേഹത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് ഇത്രയാണ്. ഇത് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത്. ഇനി ഇതിൽ തന്നെ പുരസ്കാര ആജീവനാനന്ദ വിഭാഗം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അതിലും ലഭിച്ചിട്ടുണ്ട്. അതിലാർക്കാണ് കൊടുത്തതെന്ന് നോക്കാമല്ലോ. എസ് മുരളീധരൻ മലയാളിയാണ്, ബാഡ്മിൻ്റൺ പരിശീലകൻ കൂടിയാണ്. അതുതന്നെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി ആർമാൻഡോ ആഗ്നലെ കൊളാക്കോ ഫുട്ബോളിലാണ് ലഭിച്ചിട്ടുള്ളത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സംസ്ഥാന സർക്കാർ നൽകുന്ന ഹരിവരാസനം പുരസ്കാരം 2025 അർഹനായതാർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് അർഹനായത്. 2024 ഹരിവരാസനം പുരസ്കാരം അർഹനായ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണിദാസൻ. ഇത് ചോദിച്ചതാണ്. 2025 ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഹരിവരാസനം 2025 ലഭിച്ചത് ആർക്കാന്ന് വെച്ചാൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ലഭിച്ചത്. അടുത്ത് രാജ്യസഭ സെക്രട്ടറി ജനറലായി വീണ്ടും നിയമിതനായ ആരാണ്?
പ്രമോദ് ചന്ദ്ര മോഡിയാണ് രാജ്യസഭ സെക്രട്ടറി ജനറലായി വീണ്ടും നിയമിതനായത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പറയുന്നത് നമ്മൾ. കേരള സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് വെച്ച് 63ാമതാണ് നടക്കുന്നത്. അത് നടന്നു കഴിഞ്ഞതാണ്. അതിൽ ആർക്കാണ് വിജയം കൈവരിച്ചത്? ഓവറോൾ കിട്ടിയത് തൃശ്ശൂരാണ്. അത് ഓർത്തിരിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ മത്സര ഇനമായി ഉൾപ്പെടുത്തിയ തദ്ദേശീയ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? ഇത് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടാണ്. വീഡിയോയിലൊക്കെ ഇരുള നൃത്തം, മലയപ്പുലിയ ആട്ടം, പളിയ നൃത്തം, മംഗലം കളി, പണിയ നൃത്തം, ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ യൂട്യൂബ് ചാനലിലും TV ചാനൽസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുതുതായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇരുള നൃത്തം, മലയപ്പുലയാട്ടം, പളിയ നൃത്തം, മംഗലം കളി, പണിയ നൃത്തം എന്നീ തദ്ദേശീയ കലാരൂപങ്ങൾ മത്സര ഇനമായിട്ട് ഉൾപ്പെടുത്തുന്നത്. എൻ്റെ വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരമായിരുന്നു. അതിൻ്റെ തിരുവനന്തപുരമാണ് വേദി എന്ന് പറയുന്നത്. അതിൽ അവാർഡ് ലഭിച്ച, അതിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിച്ച ആർക്കാണ്? ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിച്ച തൃശ്ശൂരിനാണ്. അത് രണ്ടും ഓർത്തിരിക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബൗളർമാർക്കുള്ള ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തുന്നതിനൊപ്പം ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോയിൻ്റ് നേടി ഇന്ത്യൻ പേസർ ആരാന്ന് ചോദിക്കാം. അത് ജസ്പ്രീത് ബുംറയാണ്. ബുംറ 6 അശ്വിൻ്റെ റെക്കോർഡാണ് പുറത്താക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അതിന് മുകളിലേക്ക് എത്തിയത്. ബുംറ ഇപ്പോൾ ഒരുപാട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരുപാട് വിക്കറ്റൊക്കെ നേടി 907 റേറ്റിങ്ങോട് കൂടി 1ാം സ്ഥാനത്താണുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കില്ല. ആഭ്യന്തര വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എയർലൈനാണ് എയർ ഇന്ത്യ. ആഭ്യന്തര വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എയർലൈനാണ് എയർ ഇന്ത്യ. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാളി കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാട് MV ജോർജ്, അദ്ദേഹം അന്തരിച്ചു. ഓർത്തിരിക്കുക. ഉപ്പായി മാപ്പിള എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച കാർട്ടൂണിസ്റ്റാണ് ജോർജ് കുമ്പനാട്. 15ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് 2018 ജൂഡ് ആൻ്റണി ജോസഫിന് കിട്ടി. മികച്ച സംവിധായകനാണ് കിട്ടിയത്. അഖിൽ സത്യൻ, അദ്ദേഹത്തിൻ്റെ പാച്ചുവും അത്ഭുത വിളക്ക് എന്ന് പറയുന്ന ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടി. മികച്ച നടൻ ടോവിനോ തോമസ്, മികച്ച നടി അഞ്ജന പ്രകാശ്. ഇനി അടുത്ത്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ അതത്ര എടുത്ത് പറയാത്തത്. ഇനി ക്യാൻസർ ചികിത്സയ്ക്കായി കുത്തിവയ്ക്കാവുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ചെടുത്തത് IIT ഗുവാഹത്തിയും ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയും ചേർന്നിട്ടാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. സ്വീഡിഷ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ അവാർഡിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ച മലയാളിയായ വേണു നായർ സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററിയാണ് ആത്മാവിൻ്റെ സങ്കേതങ്ങൾ, കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ചന്തുബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ആസാമാണ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ടത്. ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് 2025 കേരളത്തിന് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഒന്നുകൂടെ അത് റിമൈൻഡ് ചെയ്യുക, അത് നല്ലതാണ് റിമൈൻഡ് ചെയ്യുന്നത്, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 പേർക്കാണ് കിട്ടിയത്. ഗുകേഷ് D ചെസ്സിന് കിട്ടി, ഹർമൻപ്രീത് സിംഗിന് ഹോക്കിക്ക് കിട്ടി, പ്രവീൺ കുമാറിന് പാരാ അത്ലറ്റിക്കിൽ കിട്ടി, മനു ഭാക്കർ ഷൂട്ടിങ്ങിന് കിട്ടി എന്നിവർക്കാണ് ലഭിച്ചത്. അപ്പോൾ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശിന് ലഭിച്ചതാണ് അർജുന അവാർഡിന് ലഭിച്ചത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചത് എവിടെയാണ്? തമിഴ്നാടാണ്. സന്തോഷ് ട്രോഫി കിരീടം നേടിയതാണ് പശ്ചിമ ബംഗാളാണ്. ആരെയാണ് പരാജയപ്പെടുത്തിയ ഫൈനൽ പരാജയപ്പെടുത്തിയ പശ്ചിമ ബംഗാൾ കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്. 2025 ഹൈവരാസൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ലഭിച്ചത്. ഇനി 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ദി ബ്രൂട്ടലിസ്റ്റാണ്. അത് നമ്മൾ നോട്ടായിട്ട് നമ്മൾ ആ ഗ്രൂപ്പിലിട്ടായിരുന്നു. കേരള PC ക്രാക്കിറ്റ് എന്ന് പറയേണ്ട നമ്മളൊരു ചാനലുണ്ട്, കേരള PSC ക്രാക്കിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ടെലിഗ്രാമിലൊരു ചാനലുണ്ട്. അതിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗോൾഡൻ ഗ്ലോബിൻ്റെ പൂർണ്ണമായിട്ടും ആർക്കൊക്കെയാണ് കിട്ടുന്നതെന്ന് പറയാൻ കാണാൻ പറ്റും. ഇത് ചോദിക്കാൻ ചെറിയ സാധ്യതയുണ്ട്, കാരണം എന്ന് വെച്ചാൽ ഇതിന് ബ്രൂട്ടലിസ്റ്റാണ് മികച്ച നടൻ നടി അങ്ങനെയുള്ള ഒട്ടുമിക്ക അവാർഡുകളും കിട്ടിയ ബ്രൂട്ടലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എപ്പോഴും നമ്മുടെ മേജർ ധ്യാൻചന്ദ് കേരളത്തിന് അവാർഡ്, അർജുന അവാർഡ്, അത് മലയാളിയാർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഉറപ്പായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഉത്തരം
ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.